Hello friends, welcome to SAT, St. Augustine Tuition Center, Madathabadi and Puthanvelkara. Free education to all. Please subscribe to our YouTube channel for new updated videos and also visit staugustintuition.blogspot.in. SSLC Maths Circles. നമ്മൾ പഠിക്കാൻ പോകുന്നത് സർക്കിൾ എന്ന് പറയുന്ന മാത്തമാറ്റിക്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ്. The topics to be covered in this lesson are first angle drawing, കോൺ ചിത്രങ്ങൾ, റൈറ്റ് ആംഗിൾസ് ആൻഡ് സർക്കിൾസ്, മട്ടവും വൃത്തവും, ആംഗിൾസ്, ആർക്സ് ആൻഡ് കോർഡ്സ്, കോണും ചാപവും ഞാണും, സെഗ്മെന്റ്സ് ഓഫ് എ സർക്കിൾ, വൃത്തഖണ്ഡങ്ങൾ, സർക്കിൾസ് ആൻഡ് ക്വാഡ്രിലാറ്ററൽ, വൃത്തവും ചതുർഭുജവും, കട്ടിംഗ് കോർഡ്സ്, ചാപഖണ്ഡങ്ങൾ. ഓക്കെ, ഇത്രയും ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് തന്നെ ആംഗിൾ ഡ്രോയിങ്സ്, കോൺ ചിത്രങ്ങൾ. നിങ്ങളോട് ഒരു വര വരയ്ക്കുകയാണ്. സപ്പോസ് ഇറ്റ് ഈസ് 5 സെൻറ്റിമീറ്റർ, ഒരു 5 സെൻറ്റിമീറ്റർ നീളത്തിൽ നിങ്ങൾ വര വരയ്ക്കുകയാണ്. എന്നിട്ട് നിങ്ങളോട് പറയാണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ടാക്കണം, ഒരു മട്ട കോൺ ഇവിടെ ഉണ്ടാക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഒരു മട്ട കോൺ വരുന്ന രീതിയിൽ എന്താണ് 90 ഡിഗ്രി ഇവിടെ വരയ്ക്കണം എന്ന് വിചാരിക്കും. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ആദ്യം ഇവിടെ ഒരു 60 ഡിഗ്രിയും ഇവിടെ ഒരു 30 ഡിഗ്രിയും വരയ്ക്കുക. ഓക്കെ, ക്ലിയർ? എന്നിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്ര ഉണ്ടാവും? 90 ഡിഗ്രി ഉണ്ടാവും. കാരണം 3 ആംഗിൾ കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. മനസ്സിലായോ? ഒന്നുകൂടി പറയാം. ഈ വരയിൽ എനിക്ക് ഒരു ആംഗിൾ 90 ഡിഗ്രി ഉണ്ടാവണം. അപ്പം ഞാൻ എന്ത് ചെയ്യണം? മറ്റ് 2 ആംഗിളിനോട് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടണം? 90 ഡിഗ്രി കിട്ടാവുന്ന രീതിയിൽ വരയ്ക്കണം. അപ്പം ഞാൻ ഇവിടെ നിന്ന് വര വരയ്ക്കാം. ഒരു 60 ഡിഗ്രി എടുത്തു, വെറുതെ ഇവിടെ നിന്ന് വര വരയ്ക്കാം. ഒരു 30 ഡിഗ്രിയാണ് അത് വരച്ചത്. അപ്പോൾ ഇത് എത്രയായി? 60 + 30, 60 + 30, 90 ഡിഗ്രി. ഓക്കെ, ബാലൻസ് ഇവിടെ ഇതെന്തുണ്ടാവും? 90 ഡിഗ്രി ഉണ്ടാവും. ക്ലിയർ? ഇപ്പോൾ 90 ഡിഗ്രി വരയ്ക്കണമെങ്കിൽ നമ്മൾ ആ 2, സപ്പോസ് എ ബി, ഇതൊരു 5 സെൻറ്റിമീറ്റർ ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിൻ്റെ 2 അറ്റത്ത് ഒരു 60, 30 നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ആ 2 അറ്റങ്ങൾ നമ്മൾ കൂട്ടി യോജിപ്പിക്കുന്ന ബിന്ദുവിൽ എത്ര ഉണ്ടാവും? 90 ഡിഗ്രി ഉണ്ടാവും. ഓക്കെ, ക്ലിയർ? അപ്പം അങ്ങനെ വരച്ചിരിക്കുന്ന ഒരു ട്രയാങ്കിളാണ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 20യും 70യാണ്. എത്ര എടുത്തിരിക്കുന്നത്? 20, 70. So 20 + 70, 20 + 70 is equal to 90. അപ്പോൾ ഈ 20യും 70യും കൂട്ടുമ്പോൾ എത്ര കിട്ടും? 90 കിട്ടും. ബാലൻസ് ഇവിടെ എത്ര ഉണ്ടാവും? 90 ഉണ്ടാവും. ഓക്കെ, ക്ലിയർ? ഇതേപോലെ താഴേക്ക് ഞാൻ വരയ്ക്കുകയാണ്. താഴേക്ക് ഞാനിവിടെ ഒരു നേരത്തെ പറഞ്ഞ പോലെ 30 എടുത്തു, ഒരു 60 എടുത്തു. 30 + 60, 90. അപ്പോൾ ദിസ് വൺ, ഈ ആംഗിൾ എത്ര ഉണ്ടാവും? 90 ഡിഗ്രി ഉണ്ടാവും. കാരണം ഒരു ട്രയാങ്കിളിലെ ടോട്ടൽ ആംഗിൾ എത്ര ഉണ്ടായിരിക്കണം? 150 ഉണ്ടാവണം. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ 2 ആംഗിൾ തമ്മിൽ കൂട്ടുമ്പോൾ 90 ഉണ്ടെങ്കിൽ മറ്റേത് എത്രയാണ്? 90 ഉണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ ഈ 90യിലൂടെ നമുക്ക് ഇങ്ങനെ ഒരു വൃത്തം വരയ്ക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളതാണ്. നോക്കാം നമുക്ക്. ഇങ്ങനെ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം, ഒരുപാട് 90 ഡിഗ്രി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ വരച്ച ആൾ ഇവിടെ കിടപ്പുണ്ട്, കണ്ടോ? നോക്കി, നമ്മൾ നേരത്തെ വരച്ച 90 ഡിഗ്രി കണ്ടോ? കണ്ടോ? അതുപോലെ നമ്മൾ താഴേക്ക് വരച്ചു, കണ്ടോ? അപ്പോൾ താഴെ നമുക്ക് എന്താണ്? ഇവിടെ 90 ഡിഗ്രി കിട്ടി, ഇവിടെയും 90 ഡിഗ്രി കിട്ടി. ക്ലിയർ? അതുപോലെ വരച്ചിരിക്കുന്ന 90 ഡിഗ്രി വെച്ച് വരച്ചിരിക്കുന്ന ഒരുപാട് ട്രയാങ്കിൾ ഇവിടെ ഉണ്ട്, കണ്ടോ? ഇതൊക്കെ 90 ഡിഗ്രി വെച്ച് വരച്ചിരിക്കുന്ന ട്രയാങ്കിളാണ്. ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ ഈ വരയിലൂടെ ഇങ്ങനെ പോയി ഇവിടെ എത്തിയിട്ട് കണ്ടോ? അങ്ങനെ ഈ എ ബി, ഈ 2 അറ്റങ്ങൾ തമ്മിൽ ഇങ്ങനെ യോജിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒത്തിരി ട്രയാങ്കിൾ ഉണ്ട്. എല്ലാം എത്രയാണ്? 90 ഡിഗ്രി, 90 ഡിഗ്രി, 90 ഡിഗ്രി, 90 ഡിഗ്രി, കണ്ടോ? അങ്ങനെ താഴേക്കും, കണ്ടോ? താഴേക്കും എന്താ നമ്മൾ എടുക്കുകയാണെങ്കിൽ കണ്ടോ? ഇത് എത്രയാണ്? 90 ഡിഗ്രി. അങ്ങനെ എല്ലായിടത്തും 90 ഡിഗ്രി വെച്ച് വരച്ചിരിക്കുന്ന ഒത്തിരി ട്രയാങ്കിൾസ് ഉണ്ട് ഇവിടെ, കണ്ടോ? ഈ 90 ഡിഗ്രിയുടെ എല്ലാ പോയിന്റുകളും കണ്ടോ? ഇവിടെ ഒരു പോയിന്റ് ഉണ്ടോ?
ഇവിടെ ഒരു പോയിന്റ്. എല്ലാ 90 ഡിഗ്രിയിലും പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് നമുക്ക് എന്താ കിട്ടുക? ഇങ്ങനെ ജോയിൻ ചെയ്താൽ നമുക്കൊരു സർക്കിൾ കിട്ടും. ഏതിന് ചുറ്റും? ഈ പറയുന്ന എ ബിക്ക് ചുറ്റും നമുക്ക് എന്താണ്? ഒരു സർക്കിൾ കിട്ടും. ക്ലിയർ? ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? എ ബി ആണ് ഒരു വരയെങ്കിൽ എ ബിയുടെ ആ ഹാഫ് സർക്കിൾ, പകുതി വൃത്തത്തിൽ കണ്ടോ, അവിടെയുള്ള എല്ലാ കോണും എത്ര ഉണ്ടാവും? 90 ഡിഗ്രി വെച്ചുണ്ടാവും. ഓക്കെ, ക്ലിയർ? നമുക്ക് പ്രൂവ് ചെയ്യാം. റൈറ്റ് ആംഗിൾസ് ആൻഡ് സർക്കിൾസ്, മട്ടവും വൃത്തവും. ഓക്കെ, ഇവിടെ റൈറ്റ് ആംഗിൾ. അപ്പോൾ ഇതാണ് നമ്മുടെ എ ബി. എ ബി ഈസ് ദ ഡയാമീറ്റർ ഓഫ് ദ സർക്കിൾ. ഈ സർക്കിളിലെ വ്യാസമാണ് എന്ത്? എ ബി. വ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കിളിന്റെ സെന്റർ ഇതാണെങ്കിൽ സി ഈസ് ദ സെന്റർ. സെന്ററിലൂടെ കടന്നു പോകുന്ന വരെയാണ് എന്ത്? വ്യാസം. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നും ഈ പോയിന്റ് എ, ഈ പോയിന്റ് എന്താണ്? ബി. ദിസ് ഇസ് എ ഹാഫ് സർക്കിൾ, അർദ്ധവൃത്തം. ഉണ്ടോ? ഈ ഹാഫ് സർക്കിൾ വരച്ചിരിക്കുന്ന ഒരു ആംഗിളാണ് ഇത്, 90 ഡിഗ്രി. ക്ലിയർ? മറ്റൊരു ആംഗിൾ ദേ ഇവിടെ വരച്ചിട്ടുണ്ടായിരിക്കും. സപ്പോസ് ഇതും എത്ര ഉണ്ടാവും? 90 ഡിഗ്രി. ഇനി ഇവിടെ ഒരെണ്ണം വരച്ചിട്ടുണ്ടായിരിക്കും. ഇത് എത്ര ഉണ്ടാവും? 90 ഡിഗ്രി. ഇത് ഒരെണ്ണം വരച്ചിട്ടുണ്ടായിരിക്കും. ഇത് എത്ര ഉണ്ടാവും? 90 ഡിഗ്രി. ഒരെണ്ണം കൂടി വരയ്ക്കാം. അത് എത്ര ഉണ്ടാവും? 90 ഡിഗ്രി. അതിപ്പോൾ താഴോട്ട് വരച്ചാൽ അങ്ങനെ തന്നെ എത്ര ഉണ്ടാവും? 90 ഡിഗ്രി. എത്ര ഉണ്ടാവും? 90 ഡിഗ്രി. ക്ലിയർ? സോ ദാറ്റ് മീൻസ് ഒരു അർദ്ധവൃത്തത്തിലെ, ഒരു സെമി സർക്കിളിലെ ആംഗിൾസ് എല്ലാം 90 ഡിഗ്രി ഉണ്ടാവും. ക്ലിയർ? നോക്കി, ഇതൊരു വൃത്തമാണെന്ന് വിചാരിക്കും. നമുക്കതെങ്ങനെ പ്രൂവ് ചെയ്യാൻ നോക്കാം. സപ്പോസ് ദിസ് ഈസ് ദ സെന്റർ O ആൻഡ് ഹിയർ ദിസ് A, ദിസ് ഈസ് B, ദിസ് C, സോറി P. ഓക്കെ, നമുക്ക് ഈ കോൺ, അതായത് നമ്മുടെ കോൺ ഏതാണ്? ഇത് 90 ഡിഗ്രി ആണെന്ന് നമുക്ക് തെളിയിക്കണം. പ്രൂവ് ദാറ്റ് ആംഗിൾ APB is equal to 90 ഡിഗ്രി എന്ന് നമുക്ക് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. ഹൗ ടു പ്രൂവ്? നമുക്ക് എങ്ങനെ തെളിയിക്കും? ഓക്കെ, സോ നമ്മൾ ഇതിനെ ഒരു പേര് കൊടുക്കണം. ദിസ് ഈസ് എക്സ് ഡിഗ്രി. സപ്പോസ് ദിസ് ഈസ് എക്സ് ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇതും എക്സ് ഡിഗ്രി ആയിരിക്കും. അതെങ്ങനെയാണ് സാർ അതും ഇത് രണ്ടും ഒരേ അളവ് വന്നത്? കാരണമുണ്ട്. ഇത് വൃത്തത്തിന്റെ ഡയാമീറ്റർ ആണല്ലോ. അപ്പോൾ വൃത്തത്തിന്റെ സെന്ററിൽ നിന്ന് ഇങ്ങോട്ടുള്ളത് ദിസ് വൺ റേഡിയസ്. അതുപോലെ ഇതും കണ്ടോ, രണ്ടറ്റത്തുള്ള റേഡിയസ്. അപ്പോൾ നമ്മൾ ട്രയാങ്കിൾ AOP പരിഗണിക്കുകയാണെങ്കിൽ, ഇൻ ട്രയാങ്കിൾ AOP, AO ഈക്വൽ ടു OP. AOയും അതായത് ഇതും എന്താണ്? ഈക്വൽ ആണ്. ഓക്കെ, ബിക്കോസ് ഓഫ് ദ റേഡിയസ് ഓഫ് ദ സർക്കിളിന്റെ ആരങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇതിന് ഒരു പേര് പറയാം. അങ്ങനെ രണ്ട് വശങ്ങൾ തുല്യമായ ഒരു ത്രികോണത്തിന് ഒരു പേര് പറയും, ഐസോസെലസ് ട്രയാങ്കിൾ അഥവാ സമപാർശ്വ ത്രികോണം. സമപാർശ്വ ത്രികോണത്തിന്റെ തുല്യമല്ലാത്ത വശത്തുള്ള രണ്ട് കോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. ഈ രണ്ട് വശങ്ങൾ തുല്യമാണ്. അപ്പോൾ മറ്റേ വശത്ത് കിടക്കുന്ന ഈ കോണും എന്തായിരിക്കും? തുല്യമായിരിക്കും. അങ്ങനെയാണ് തിയറി. ഓക്കെ, ഇപ്പം നമ്മൾ സപ്പോസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ട്രയാങ്കിൾ, ഇത് 90 ഡിഗ്രി ഉണ്ട്. ഇവിടം വരെ ഒരു 10 സെന്റിമീറ്ററും ഇവിടം വരെ ഒരു 10 സെന്റിമീറ്റർ ഉണ്ടെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് വശങ്ങൾ എന്താണ്? സെയിം ആണ്. അപ്പോൾ ഇവിടെയുള്ള ആംഗിൾസ് എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പോൾ എത്ര വെച്ചുണ്ടാവും? 45, 45. ക്ലിയർ? ടോട്ടൽ 180 വന്നില്ലേ? വന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ഇവിടെ എക്സ് ഡിഗ്രി ഞാൻ എടുത്താൽ ഇതും എന്തായിരിക്കും? എക്സ് ഡിഗ്രി ആയിരിക്കും. കാരണം ഇത് AOP ഇസ് എ ഐസോസെലസ് ട്രയാങ്കിൾ, സമപാർശ്വ ത്രികോണമാണ്. സമപാർശ്വ ത്രികോണത്തിന്റെ ഒരു വശത്തുള്ള കോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ ഇതിനെ എക്സ് എന്നെടുത്തു, ഇതിനെയും എക്സ് എന്നെടുത്തു. ഓക്കെ, ക്ലിയർ? ഇനി കൺസിഡർ ദ ട്രയാങ്കിൾ POB. കൺസിഡർ ദ ട്രയാങ്കിൾ POB. ഓക്കെ,
പി ഒ ബി എടുക്കുകയാണെങ്കിൽ ട്രയാങ്കിൾ പി ഒ ബി, ഈ ട്രയാങ്കിൾ നമ്മൾ ഒരു ആംഗിളിനെ y ഡിഗ്രി എന്ന് കൊടുത്തു. ഓക്കെ, എങ്കിൽ ഈ ആംഗിളും എന്തായിരിക്കും? y ഡിഗ്രി ആയിരിക്കും. കാരണം എന്താ? ഇതും സെയിം ആണ്. ഏത്? ഒ ബി ഈക്വൽ ടു ഒ പി. ഒ ബിയും ഒ പി എന്താണ്? ഈക്വൽ ആണ്. ക്ലിയർ? ഒ ബി ഈക്വൽ ടു ഒ പി. ഓക്കെ, സോ അതുകൊണ്ട് ഇതും എന്താണ്? ഒ പി ബി എന്താണ്? ഐസോസിലസ് ട്രയാങ്കിൾ. ഐസോസിലസ്. ഓക്കെ, സമപാർശ്വ ത്രികോണം. സമപാർശ്വ ത്രികോണം ആയതുകൊണ്ട് അതിന്റെ വശങ്ങൾ എന്തായിരിക്കും? അതിന്റെ കോണുകൾ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഒരു തുല്യമല്ലാത്ത വശത്ത് കിടക്കുന്ന കോണുകൾ. ഇപ്പൊ നമുക്ക് രണ്ട് കാര്യങ്ങൾ കിട്ടി. ഒന്ന്, ഇവിടെ എന്താണ്? എക്സ് ഡിഗ്രി. ഓക്കെ, ക്ലിയർ? ഇവിടെ എന്താണ്? y ഡിഗ്രി. ക്ലിയർ? ഇതെന്താണ്? ഇപ്പുറത്ത് ഇവിടെയും എക്സ് ഡിഗ്രി തന്നെ. ഇവിടെയോ? ഇവിടെ y ഡിഗ്രി. ഓക്കെ, നമുക്കിനി കൺസിഡർ ദ ട്രയാങ്കിൾ. ഈ മൊത്തം ട്രയാങ്കിൾ എടുക്കാം നമുക്ക്. എ പി ബി എ, പി ബി, കണ്ടോ? ഈ ട്രയാങ്കിൾ നമ്മൾ എടുക്കുന്നു. ഈ ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം സം ഓഫ് ഓൾ ദ ആംഗിൾസ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഈ ആംഗിൾ എക്സ് ഡിഗ്രി പ്ലസ് ഈ രണ്ട് ആംഗിൾ അത് കൂട്ടുമ്പോൾ എന്താണ്? വീണ്ടും എക്സ് ഡിഗ്രി പ്ലസ് y ഡിഗ്രി. അതാണ് ആംഗിൾ പി. പ്ലസ് ഇവിടെയുള്ള ആംഗിൾ എന്താണ്? y ഡിഗ്രി. ഈക്വൽ ടു എത്ര വരണം? 180. ബിക്കോസ് ആംഗിൾ എ, ആംഗിൾ പി, ആംഗിൾ ബി, മൂന്ന് ആംഗിളോട് കൂട്ടുമ്പോൾ എത്ര കിട്ടണം? 180 കിട്ടണം. ഇപ്പോൾ രണ്ട് പ്രാവശ്യം എക്സ് ഉണ്ട്, രണ്ട് പ്രാവശ്യം y ഉണ്ട്. അപ്പോൾ 2x ഡിഗ്രി പ്ലസ് 2y ഡിഗ്രി ഈക്വൽ ടു 180. ക്ലിയർ? ഇതിൽ നിന്ന് 2 നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ സാർ 2 പുറത്തേക്ക് എടുത്തു. അപ്പോൾ ബ്രാക്കറ്റിൽ എന്ത് വന്നു? ഇവിടെ ബ്രാക്കറ്റിൽ എക്സ് വരും. ബാക്കി എക്സ് പ്ലസ് ഇവിടെയോ y വരും. എക്സ് പ്ലസ് y ഈക്വൽ ടു 180. ക്ലിയർ? ഇനി ഞാൻ ഈ 2 ഇവിടെ ഗുണിച്ചിരിക്കുകയാണ്. 2 സമത്തിന്റെ അപ്പുറം ചെല്ലുമ്പോൾ ഹരണമാവും. അപ്പോൾ എക്സ് പ്ലസ് y is equal to 180 divided by 2 is equal to 90 degree. This means x plus y, അതായത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എന്താണ്? 90 ഡിഗ്രി. That is angle P is equal to 90 degree. മനസ്സിലായോ? കാരണം ഈ ആംഗിൾ എത്രയാണ്? ഇത് x ഡിഗ്രി and this angle is equal to y degree. അപ്പോൾ ടോട്ടൽ എത്ര വരും? ടോട്ടലി ഇത് രണ്ടും കൂടി കൂട്ടിയ x plus y and x plus y is equal to 90 degree. മനസ്സിലായോ? നമ്മൾ എന്താ ചെയ്തത്? സിമ്പിളായിട്ട് സാർ പറയാം, ഒന്നുകൂടി പറയാം. ഇത് x എന്നെടുത്തു, ഇതും x എന്നെടുത്തു. കാരണം സമവാക്യ ത്രികോണങ്ങൾ. ഇത് y എന്നെടുക്കുമ്പോൾ എന്താണ്? ഇതും y എന്നെടുത്തു. കാരണം എന്താണ്? സമവാക്യ ത്രികോണങ്ങൾ. എന്നിട്ട് നമ്മൾ എല്ലാ ആംഗിളും കൂടി കൂട്ടിയിട്ട് 180 എടുത്തു. അപ്പോൾ നമുക്ക് 2xും 2yയും കിട്ടി. നമ്മൾ x പ്ലസ് y പുറത്തേക്ക് എടുത്തു. x പ്ലസ് y സമയം എന്ന് കിട്ടി 90 ഡിഗ്രി എന്ന് കിട്ടി. x പ്ലസ് y എന്ന് കിട്ടി 90 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, എന്താണ് x പ്ലസ് y? ഈ ആംഗിൾ എക്സും ഇത് ഈ y ഇതും കൂടി കൂട്ടുന്നതാണ്. അതായത് ആംഗിൾ പി. കണ്ടോ? സോ ആംഗിൾ പി 90 ഡിഗ്രി ആണെന്ന് തെളിഞ്ഞു. ഓക്കെ, ക്ലിയർ? ട്രയാങ്കിൾ ആണത്. ഈ ട്രയാങ്കിളിന്റെ രണ്ട് കോണുകൾ സാർ വരയ്ക്കുകയാണ്. സപ്പോസ് ഇതൊരു 60 ഡിഗ്രിയും ഇതൊരു 40 ഡിഗ്രിയും ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് എത്രയുണ്ടാവും? ഈ മൂന്നാമത്തെ കോൺ. ഇറ്റ് ഇസ് വെരി സിമ്പിൾ. മൂന്നാമത്തെ കോൺ സാർ ഇസഡ് എന്ന് പേര് കൊടുക്കുകയാണ്. ഇസഡ് ഇസ് ഈക്വൽ ടു 3 കൂടി കൂട്ടുമ്പോൾ എത്ര ഉണ്ടാവും? 180. 180 മൈനസ് 60 പ്ലസ് 40. ശരിയല്ലേ? ഇറ്റ് ഈസ് ഈക്വൽ ടു 180 മൈനസ് 100. റൈറ്റ്? ഇറ്റ് ഈസ് ഈക്വൽ ടു 80. ഇത് എത്ര ഉണ്ടാവുന്നു? 80. ഇറ്റ്സ് വെരി സിമ്പിൾ.
ഇനി ഇവിടെ നിങ്ങൾ നീട്ടി വരച്ചു കഴിഞ്ഞാൽ this angle is known as external angle. External angle at the point here. Suppose this is A, B, C. External angle of എന്താണ് C ആണ് നമ്മളിവിടെ വരയ്ക്കാൻ. നമുക്കറിയാം ചെറിയ ക്ലാസ് മുതൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു വര ഇങ്ങനെ എന്താണ് കട്ട് ചെയ്താൽ ടോട്ടൽ ആംഗിൾ എത്ര ഉണ്ടാവും? 180 ഡിഗ്രി ഉണ്ടാവും. ഓക്കെ, ഇവിടെ Z 80 ഉണ്ടെങ്കിൽ ഇത് എത്ര ഉണ്ടാവും? 100 ഉണ്ടാവും. ഇത് എത്ര ഉണ്ടാവും? 100. ക്ലിയർ? ഓക്കെ, ഈ 100 എന്താ ആക്ച്വലി? ഈ 100 എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഈ 40ഉം ഈ 60ഉം തമ്മിൽ കൂട്ടിയതാണ്. കണ്ടോ? അപ്പോൾ അതിനർത്ഥം നമുക്കൊരു ട്രയാങ്കിൾ തന്നിട്ട് ഏതെങ്കിലും ഒരു മൂല, സപ്പോസ് ഇത് സി എന്ന് പറഞ്ഞു, ഈ സി മൂലയല്ല ബാഹ്യ കോൺ എക്സ്റ്റേണൽ ആംഗിൾ എന്താണെന്ന് നമ്മോട് ചോദിച്ചാൽ ഇതിന്റെ അകത്തുള്ള കോണിന്റെ ഓപ്പോസിറ്റുള്ള രണ്ട് കോൺ കണ്ടോ? ഈ കോണും തമ്മിൽ നമ്മൾ കൂട്ടിയാൽ മതി. സപ്പോസ് ഇവിടെ എക്സും ഇവിടെ വൈയും ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ എക്സ്റ്റേണൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ ആയിരിക്കും. ക്ലിയർ? ഓക്കെ, അത് മനസ്സിൽ വയ്ക്കുക, എന്നാലും നമുക്ക് അടുത്ത കാര്യം മനസ്സിലാവുള്ളൂ. നമ്മൾ നേരത്തെ പി എന്ന് പറഞ്ഞ പോയിന്റ്, ഇവിടെയായിരുന്നു അല്ലേ? ഇവിടെയായിരുന്നു. നമ്മളത് കുറച്ച് അകത്തേക്കാക്കി. അപ്പോൾ ഒരു ആംഗിൾ നമുക്ക് കിട്ടി. ഇത് പി വൃത്തത്തിലായിരുന്നപ്പോൾ നമുക്കറിയാം, സപ്പോസ് ഇത് വൃത്തത്തിലായിരുന്നപ്പോൾ എത്ര ഉണ്ടായിരുന്നു? 90 ഡിഗ്രി, 90. എന്നാൽ വൃത്തത്തിന് അകത്താവുമ്പോൾ, ഇത് 90 ഡിഗ്രിനേക്കാളും കൂടുതലുണ്ടാവും, ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. അതെങ്ങനെ നമ്മൾ തെളിയിക്കും? നോക്കാം നമുക്ക്. സപ്പോസ് ഇതാണ് നമ്മുടെ നേരത്തെ പറഞ്ഞ 90 ഡിഗ്രി, ഇതകത്ത് ട്രയാങ്കിൾ. കൺസിഡർ ദ ട്രയാങ്കിൾ പി ക്യു ബി. നമുക്ക് ഈ ട്രയാങ്കിൾ എടുക്കാം, പി ക്യു ബി. ഓക്കെ, ആ ട്രയാങ്കിളിൽ ഇത് എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി അല്ലേ? പിയിലെ എക്സ്റ്റേണൽ ആംഗിളാണ് ഇത്. സാർ ഒന്നുകൂടി ഒന്ന് വരയ്ക്കാം. പി ക്യു ബി. പി ഇങ്ങനെ നീട്ടി വരച്ചാൽ ദിസ് ഇസ് പി. ഇതാണ് എക്സ്റ്റേണൽ ആംഗിൾ. ഓക്കെ, ഈ എക്സ്റ്റേണൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ളതും, സപ്പോസ് ദിസ് ഇസ് എക്സ്, ദിസ് ഇസ് വൈ, ദെൻ എക്സ്റ്റേണൽ ആംഗിൾ എന്തായിരിക്കും? എക്സ് പ്ലസ് വൈ അല്ലേ? ക്ലിയർ? ഈ എക്സ് തന്നെ, അതായത് ഈ ആംഗിൾ തന്നെ 90 ഡിഗ്രി ഉണ്ട്, ശരിയല്ലേ? അപ്പോൾ ഇവിടെ വൈ എന്ത് തന്നെ ആയാലും വൈയും എക്സും കൂടി കൂട്ടുമ്പോൾ ഈ എക്സ് പ്ലസ് വൈ എന്തുണ്ടാവും? ആൾവേസ് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. എക്സ് പ്ലസ് വൈ എന്തായിരിക്കും? ഇത് 90 ഡിഗ്രിനേക്കാളും എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ, അപ്പം ഇതിൽ നമ്മൾ പഠിച്ച പാഠഭാഗം എന്താണ്? അതായത് ഒരു വൃത്തത്തിന്റെ അകത്താണ് പി എന്ന് പറഞ്ഞ ബിന്ദുവെങ്കിൽ അത് 90 ഡിഗ്രിനേക്കാളും എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ, അവിടെ ഉണ്ടാവുന്ന കോണ് 90 ഡിഗ്രിനേക്കാളും കൂടുതലായിരിക്കും. ഇതുപോലെ വൃത്തത്തിന് പുറത്താണെങ്കിലോ, ഈ പി എന്ന് പറഞ്ഞ ബിന്ദു ഇവിടെ വൃത്തത്തിന് പുറത്താണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എങ്ങനെ പ്രൂവ് ചെയ്യും? 90 ഡിഗ്രിനേക്കാൾ കൂടുതലായിരിക്കും, കുറവായിരിക്കും? ഇത് 90 ഡിഗ്രിനേക്കാളും കുറവായിരിക്കും. അതെങ്ങനെ പ്രൂവ് ചെയ്യാന്ന് നോക്കിക്കോളൂ. ഇവിടെ ട്രയാങ്കിൾ എടുക്കുക, ട്രയാങ്കിൾ ക്യു പി ബി. ഓക്കെ, ട്രയാങ്കിൾ ക്യു പി ബി. ഇതിനകത്ത് ക്യൂ എന്ന് പറയുന്നത് എന്താണ്? എക്സ്റ്റേണൽ ആണ്. സപ്പോസ് ദിസ് ഈസ് എക്സ്, ദിസ് ഈസ് വൈ, ദെൻ ദിസ് ബിക്കം എക്സ് പ്ലസ് വൈ. ഇവിടെ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എന്താണ്? 90 ഡിഗ്രിയാണ് അല്ലേ? കാരണം എന്താ? ഇത് വൃത്തത്തിലാണ്. എക്സും വൈയും കൂട്ടിയാലാണ് 90 ഡിഗ്രി വരുള്ളൂ. അപ്പൊ എക്സ് എന്തായിരിക്കും? എക്സ് ഇസ് ഈക്വൽ ടു 90 മൈനസ് വൈ, അതായത് 90ൽ നിന്ന് എന്തെങ്കിലും കുറവായിരിക്കും. അതിന്റെ അർത്ഥം എന്താണ്? വൃത്തത്തിന്റെ പുറത്താണ് പി എങ്കിൽ അത് 90 ഡിഗ്രിനേക്കാളും കുറവ്, 90നേക്കാളും കുറവായിരിക്കും. കുറവ്, മനസ്സിലായോ? വൃത്തത്തിനകത്താണെങ്കിലോ, ഇവിടെയാണ് പി എന്നെങ്കിലോ 90 ഡിഗ്രിനേക്കാളും, ഇവിടെയാണ് പി എങ്കിൽ നമ്മൾ ഈ വ്യാസത്തിന്റെ രണ്ട് അറ്റങ്ങൾ നമ്മൾ യോജിപ്പിക്കുമ്പോൾ അത് 90 ഡിഗ്രിനേക്കാളും എന്താണ്? കൂടുതൽ. ക്ലിയർ? അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ച തിയറി എന്താ? വാട്ട് യു ലേൺ?
തിയറി 1. ഒരു വൃത്തത്തിലെ അതിൻ്റെ പകുതി വൃത്തം കണ്ടോ, ഒരു ഹാഫ് സർക്കിൾ, എല്ലാ ആംഗിൾസും എത്ര ഉണ്ടാവും? 90 ഡിഗ്രി വെച്ചുണ്ടാവും. അതായത് നമ്മൾ സപ്പോസ് ദിസ് ഈസ് ദ ഡയാമീറ്റർ ഓഫ് എ സർക്കിൾ. ഒരു സർക്കിളിൻ്റെ ഡയാമീറ്റർ ആണെങ്കിൽ ആ ഡയാമീറ്റർ എൻഡിൽ നിന്ന് വരയ്ക്കുന്ന എല്ലാ ആംഗിൾസും സർക്കിളിൽ വന്ന് മുട്ടുന്ന ഉണ്ടോ, എല്ലാ ആംഗിൾസും എത്ര ഉണ്ടാവും? 90 ഡിഗ്രി 90 ഡിഗ്രി 90 ഡിഗ്രി 90 ഡിഗ്രി ഉണ്ടാവും. ഓക്കെ, ക്ലിയർ? So, if the ends of a diameter of a circle are joined to any point on the circle, then what we get is a right angle. നമ്മൾ ഒരു ഡയാമീറ്ററിൻ്റെ, സപ്പോസ് ദിസ് ഇസ് ദ ഡയാമീറ്റർ, ഡയാമീറ്ററിൻ്റെ എൻഡുകൾ നമ്മൾ സർക്കിളിലേക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഒരു റൈറ്റ് ആംഗിൾ ആയിരിക്കും. കൂടാതെ നമ്മൾ ഒരു കാര്യം കൂടി പഠിച്ചു, ആ കാര്യം മറക്കരുത്. അത് ദിസ് ഈസ് ദ പോയിന്റ് പി. അത് വൃത്തത്തിലാണെങ്കിൽ 90 ഡിഗ്രി, വൃത്തത്തിനകത്താണെങ്കിൽ 90 ഡിഗ്രിനേക്കാളും കൂടുതൽ, വൃത്തത്തിന് പുറത്താണെങ്കിൽ 90 ഡിഗ്രിനേക്കാളും എന്താണ്? കുറവുമായിരിക്കും. ഓക്കെ, സോ 3 കാര്യങ്ങളാണ്. ഒന്ന്, വൃത്തത്തിലാണെങ്കിൽ അതെന്താണ്? 90 ഡിഗ്രി. അകത്താണെങ്കിൽ ഇതെന്താണ്? 90 ഡിഗ്രിനേക്കാളും കൂടുതൽ. പുറത്താണെങ്കിൽ എന്താണ്? 90 ഡിഗ്രിനേക്കാളും കുറവ്. ക്ലിയർ? സോ മലയാളത്തിൽ പറഞ്ഞാൽ വൃത്തത്തിലെ ഒരു വ്യാസത്തിന്റെ അറ്റങ്ങൾ വൃത്തത്തിലെ മറ്റേതൊരു ബിന്ദുവുമായി യോജിച്ചാൽ കിട്ടുന്നത് മട്ടകോണാണ്. മട്ടകോൺ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി. ഓക്കെ, പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ദിസ് വീഡിയോ. പ്ലീസ് ഗീവ് യുവർ വാല്യുബിൾ കമൻറ്റ്സ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഇറ്റ്, ഷെയർ ഇറ്റ് ആൻഡ് കമൻറ്റ്. Please subscribe to our YouTube channel. Thank you. Thank you once again.